ഇപ്പോൾ കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടക്കും. KT വിബീഷ് വിവരങ്ങളുമായി ചേർന്നു. വിബീഷ്, എന്താണ് സംഭവിക്കുന്നത് അവിടെ? വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ നിതിന് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് നിതിന് നീതി ഉറപ്പാക്കണമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടന്നത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ വിട്ടുമാറിയിട്ടില്ല. മറിച്ച് പോലീസുമായി വീണ്ടും തള്ളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ രൂക്ഷമായ മുദ്രാവാക്യമാണ് പ്രവർത്തകർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസാണെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ട് ബാരിക്കേഡ് മറച്ചിടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടക്കുകയാണ്. നിതിന് നീതി ഉറപ്പാക്കണം, അതിന് പ്രതികളായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യണം. അധ്യാപകരെ ഒളിവിൽ പോകാനടക്കം പോലീസ് സഹായിച്ചു എന്നടക്കമുള്ള ആരോപണമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. 100 പ്രവർത്തകരാണ് എത്തിയതെങ്കിലും വർദ്ധിത വീര്യത്തോടു കൂടിയാണ് പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. സമരവുമായി മുന്നോട്ട് പോകും. പ്രതികളെ അറസ്റ്റ് ചെയ്യും വരെ സമരം തുടരും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ചാണ്. മാർച്ച് സംഘർഷാവസ്ഥയുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡുകൾക്ക് മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്.